ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പഴംനുറുക്കിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. അപ്പം ഇപ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെയാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എപ്പോഴും പറയുന്നതിന് വിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. പഴംനുറുക്ക് റെഡിയാക്കാൻ ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര ആദ്യം ഉരുക്കിയെടുക്കാം. ഇത് അടുപ്പിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ്. പഴം നുറുക്കുന്നതിന് ചിലർ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഈ 2 നേന്ത്രപ്പഴവും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യമേ അടുപ്പിൽ വെച്ച ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇതിന് കല്ലും കട്ടയൊക്കെ കാണും. ഇത് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചുവടുകട്ടിയുള്ള ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ നെയ്യിൽ ഈ നേന്ത്രപ്പഴം ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇവിടെ ഞാൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടയ്ക്കാതെ നമ്മൾ നേന്ത്രപ്പഴം അതേപോലെ കിടക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്കാണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും നേന്ത്രപ്പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്ക പഞ്ചസാര കൂട്ടിയത് ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/4 പാൽ ഒരു 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ ഈ നേന്ത്രപ്പഴവും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഈ പഴംനുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു പപ്പടം കൂടെ കൂട്ടി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്